കണ്ടോ, അരച്ചെടുത്ത അരപ്പ് നമ്മളിങ്ങനെ ചട്ടിയിൽ ഒഴിക്കും. ചട്ടിയിൽ ഇങ്ങനെ ഒഴിച്ച് ഉലുവ വേറെ ഒന്ന് ചൂടാക്കാൻ വയ്ക്കും. എന്നിട്ട് കുറച്ചിങ്ങനെ അരപ്പ് തിളപ്പിക്കും. അരപ്പ് തിളയ്ക്കുമ്പോൾ അരപ്പ് തിളച്ചിട്ട് അരപ്പ് കയ്യിലിങ്ങനെ പിടിച്ചോണ്ടിരിക്കണേ. അരപ്പ് തിളയ്ക്കാൻ വെച്ചിട്ട് കുറച്ച് വെച്ചേക്കാം. വെച്ചിട്ട് ഉലുവ കുറച്ചങ്ങോട്ട് നോക്കുമ്പോൾ പിന്നെ അതിന് പുളി ചേർക്കണം. ഇതൊന്ന് ഇങ്ങനെ കഴുകണം, നന്നായിട്ട് കഴുകണം. ഇച്ചിരി പുളിയും കൂടെ ഇടണം. എന്താടാ തന്നില്ല 2 പേർക്കും പോരെ? അങ്ങനെ ആക്കിയിട്ട് ചിലരേ ഈ പുളി ഇങ്ങനെ വെള്ളത്തിൽ ഇടുന്ന പുളി ഒഴിക്കാറുണ്ട്. പക്ഷെ അത് അത്രയ്ക്കും വൃത്തിയുള്ള പുളി ആയിരിക്കണം, അല്ലെങ്കിൽ ഇതൊരു കയ്പ്പ് രുചി വരും. ഇങ്ങനെ കൂടെ ഇടണം. അറിയണോ? തറയിടണം. എനിക്ക് ഉപ്പ് വാരി ഇടുന്നതാണ്. എനിക്ക് സ്പൂൺ വിളങ്ങിട്ടാൽ പറ്റില്ല. എനിക്ക് വേണ്ട, ഞാൻ ഉപ്പ് വാരി ഇടണം. ഉപ്പ് ഇങ്ങനെ വാരി ഇടുന്നതാണ് എനിക്കൊരു പരുവം. ഈ പൊട്ടിയ ഉലുവ നമ്മളിതിനകത്തോട്ട് ഇടും. ഉലുവ പൊടിയായാലും കുഴപ്പമില്ല, ഉലുവ മൂപ്പിച്ചിടും. എന്നിട്ട് തിളക്കിയിട്ട് എന്നിട്ട് ഈ മീൻ മുറിച്ച് ഞാൻ വെച്ചതേ ഉള്ളൂ കേട്ടോ. മുറിച്ചതിൻ്റെ കുടൽ ഇതിൻ്റെ തലയ്ക്കകത്തിരുന്നൊക്കെ കളഞ്ഞതേ ഉള്ളൂ. ഇനി ഈ സൈഡ് കരിഞ്ഞ് കളയണം. ഉപ്പിട്ട് തേക്കണം. എന്നിട്ട് ഉപ്പിലിട്ട് നല്ല തേക്കണം. തേച്ചിട്ട് ഇതിൻ്റെ വെള്ളയുണ്ടല്ലോ, ഈ വെള്ള ഭാഗം ഇതിനൊരു മിനിമയുണ്ടല്ലോ, അതങ്ങ് പോകണം. നല്ല വൃത്തിയായിട്ട്. പിന്നെ മത്തൻ്റെ ഇലയുണ്ടല്ലോ, മത്തൻ്റെ ഇലയൊക്കെ തേക്കാൻ നല്ലതാണ്. മത്തൻ്റെ ഇലയിട്ട് തേച്ചാലും പോവും. ഇങ്ങനെ ഓരോന്ന് മുറിച്ച് പീസാക്കിയിട്ടത് ഇങ്ങനെ ഉരയ്ക്കാനാണ് നല്ല ഇതം. നന്നായിട്ട് പോവും കേട്ടോ, അല്ലെങ്കിൽ തെന്നിയിരിക്കും. നോക്കിയിരിക്കുന്നുണ്ട്. കൊടുത്തിട്ട് പോരാ, മതിയായില്ല കൊടുത്തിട്ട്. ഇച്ചിരി കഴുകി എടുക്കണം. എൻ്റെ കൂട്ടുകാരിയുടെ ഫോണാണ്. അവൾ ചെടി നടാനായിട്ട് പോയി. ചെടി നടുന്ന പണിക്ക് പോയി താഴെ വെളിയിൽ. തിളച്ച് കഴിയുമ്പോൾ തക്കാളി ഇട്ടാൽ മതി. തീ കൂട്ടി വയ്ക്കാം. കുരുമുളക് ഇടണം. കുരുമുളക് ഇടണം. ഇവിടെ എല്ലാത്തിനും കുരുമുളക് മുമ്പ് നിൽക്കണം. ഭയങ്കര ഇഷ്ടമാണ് കുരുമുളക്. ഇത് കഴിഞ്ഞിട്ട് കറി റെഡിയായി കഴിഞ്ഞ് മീനൊക്കെ ഇട്ട് എല്ലാം റെഡി മീനായിട്ട് ഒരു തുള്ളി എണ്ണയിൽ കടുക് പൊട്ടിച്ച് ഇടാം. കറിവേപ്പില
കറിവേപ്പില ഇതിനെ കുറച്ച് ഊരണം. ഊരിയിട്ട് ഒരു കൈ ഉണ്ടായോണ്ടേ നമ്മളിങ്ങനെ ഇവിടെ നട്ട് പറിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് അഴുക്കില്ലെന്ന് ചെറുതായിട്ടൊന്ന് ആക്കി എടുത്താൽ മതി. ഒരുപാട് അഴുക്കൊന്നുമില്ല ഇതിനകത്തല്ല. പുഴു കടിച്ചതൊക്കെ കാണും കറിവേപ്പില. പുഴു കടിച്ചതൊക്കെ കാണും. തിളയ്ക്കുമ്പോഴേക്ക് ഇനി മീൻ കഴുകിയെടുക്കട്ടെ. തിളയ്ക്കുമ്പോഴേക്ക് ഇനി മീൻ കഴുകിയെടുക്കട്ടെ. ഇതിപ്പം വെക്കുന്നില്ല നമ്മൾ. ഇതിനൊന്നും ഇടയ്ക്കിട്ട് ഞാൻ ഓഫാക്കുവാണ്. പോണേ 2 കൈ വേണം. ഓക്കെ.